ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കിടിലൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കുക്കർ ചിക്കൻ. പിന്നെ എനിക്കൊരു കുട്ടി റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേക്കുള്ള റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറുവപ്പട്ടയും കരയാമ്പും, പിന്നെ മല്ലിയില കുറച്ച് വേണം, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു തക്കാളി, അത് ഒന്നോ അല്ലെങ്കിൽ പകുതിയാണെങ്കിലും മതി. അതൊന്ന് സ്കിന്ന് കളഞ്ഞിട്ട് അതും കൂടെ അതിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമ്മളുടെ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം, എന്നാലേ അതിൻ്റെ മസാലാസൊക്കെ ഉള്ളിൽ കയറുള്ളൂ. അപ്പം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഈ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാലയിലേക്ക് കുറച്ച് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. പിന്നെ നമ്മൾ തൈര് ആഡ് ചെയ്യുന്നുണ്ട്, കേട് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ലെമൺ ഒരു പകുതി മതി. ഇനി നമുക്കതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗരം മസാലയാണ്. സാധാരണ ഞാൻ വറുത്ത് പൊടിച്ചാണ് നിങ്ങൾ വറുത്ത് പൊടിച്ചിടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒക്കെ വറുത്ത് പൊടിച്ചാണ് ഇടാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഉള്ളതാണ് ഇട്ടേക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കേട് ആഡ് ചെയ്യുന്നുണ്ടെന്ന്. കേട് കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ അത് മസാല നല്ലപോലെ ആഡ് ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ അത് നല്ലപോലെ പുരട്ടി കൊടുക്കണം. ഉള്ളിലേക്ക് അതിൻ്റെ മസാലയൊക്കെ ചെന്നാലേ അതിന് ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമ്മളത് നല്ലപോലെ പുരട്ടി കൊടുക്കുക. പുരട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൈ എരിയരുത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്, അപ്പോൾ കൈ എരിയില്ല. നല്ലപോലെ അത് പുരട്ടി നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. എത്രയും മാഗ്നേറ്റ് ചെയ്യാവോ അത്രയും അതിന് ടേസ്റ്റ് കൂടും. മാഗ്നേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്കതിനെ കുക്കറിലേക്ക് ആക്കണം. അതിനെന്ത് വേണം? ഇല വേണം. നമ്മൾ ഇലയിലാണ് പൊതിയുന്നത്. ഞാൻ അപ്പുറത്തുനിന്ന് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് അതൊന്ന് ചൂടാക്കിയിട്ട് വേണം അതിലേക്ക് വെക്കാൻ. അതൊന്ന് വെച്ച് അത് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഞാൻ നൂലിലാട്ടോ ഞാൻ ടൈറ്റ് ചെയ്തത്. നൂലിൽ നല്ലപോലെ കെട്ടി അത് നമ്മൾ കുക്കറിലേക്ക് നിങ്ങൾ കുറച്ച് എണ്ണ ഒന്ന് തൂകിയിട്ട് വേണം കേട്ടോ. ഒന്നുകിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ചൊന്ന് വെള്ളം ഞാനതിൽ കാണിക്കുന്നില്ല. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്തായാലും. അപ്പോൾ നമ്മൾ ഇച്ചിരി പൊടിക്ക് ഒഴിച്ചാൽ മതി. ഇനി അതൊരു 10 to 50 വിസിൽസ് വരെ വെക്കാം. ഓരോരുത്തരോ കുക്കറിനനുസരിച്ച് എത്ര വിസിലടിക്കാവോ അത്രയും സോഫ്റ്റ് ആവും. അപ്പോൾ അത് നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ചെയ്താൽ മതി. എൻ്റെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. പുകയൊക്കെ വരുന്നത് കണ്ടില്ലേ. ഇനി നമുക്കത് താഴേക്ക് ഇറക്കി വെക്കാം. ചൂടാറാതെ തന്നെ വേണം ഇറക്കാനായിട്ട്. കൈയൊന്നും പൊള്ളിക്കരുത്. എൻ്റെ ഹസ്ബൻഡാണ് ഹെൽപ്പ് ചെയ്തത്, എനിക്ക് ഇറക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ഹസ്ബൻഡാണ് ഇറക്കി തന്നത്. അത് ചൂടോടെ വേണം ഇറക്കാനായിട്ട്. ഇനി കുറച്ച് കലാപരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഗാർണിഷ് പരിപാടി. അതും എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. നമുക്കിനി കഴിച്ച് നോക്കാനായിട്ട് ടേസ്റ്റ് നോക്കണമല്ലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ കുട്ടിപ്പട്ടാളത്തിന് കൊടുത്തിട്ടാണ് ഞാൻ നോക്കിയത്. ആദ്യം ഞാൻ മീനുവിനാണ് കൊടുത്തത്. ആശാട്ടി സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. ചോട്ടാസിന് അത് കഴിഞ്ഞിട്ടാട്ടോ കൊടുത്തത്. രണ്ടുപേരും സൂപ്പറാന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല ഗൈസ്, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ചൂടോടെ വേണം ഇത് കഴിച്ച് നോക്കാനായിട്ട്. നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയും നാൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇത് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. വളരെ ഡെലീഷ്യസ് ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ സീ യു.